യുടെ പുന്നോമണപുത്രൻ ബഹുമാനപ്പെട്ട നസീഹദാരിമി ഉസ്താദ് വേദിയെ അഭിസംബോധിച്ച് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട എൻ്റെ അളാപ്പ ഷാഹുൽ അദീം ഹമീദ് ദാരിമി, അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ കൂടിയായ തോടാർ ഉസ്താദ്, അതുപോലെ മഹാന്മാരായ ബഹജത്തുൽ ഉലമയുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ, ഈ നാട്ടിൻ്റെ ഉമറാക്കൾ, ഈ കോളേജിൻ്റെ മഹാന്മാരായ ഉസ്താദന്മാർ, മറ്റുള്ള മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ കൂടൽ അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാക്കട്ടെ. ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാക്കട്ടെ. സുദീർഘമായി പ്രസംഗിക്കുകയല്ല, ആർക്കും ഇല്ലാത്ത എല്ലാവർക്കും ഓരോ വസ്ഫാനുണ്ടെങ്കിൽ എനിക്ക് രണ്ടുണ്ട്. ഞാൻ മകനാണ്, ശിഷ്യനും കൂടിയാണ്. 9 വർഷം ആ മഹാമനുഷ്യൻ്റെ ദർസിൽ ഓതിപ്പടിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ പിതാവായി കാണുന്നതിനേക്കാൾ കൂടുതൽ ഉസ്താദായിട്ടാണ് അവരെ കണ്ടത്. അങ്ങനെയാണ് അവരോട് പെരുമാറിയതും. അല്ലാഹു തആല നമ്മേവരെയും അവരെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാക്കട്ടെ. മദ്ഹുകൾ പറയുക, അതൊരുപാട് ഉസ്താദന്മാർ പറഞ്ഞു കഴിഞ്ഞു. അവരെക്കാൾ കൂടുതൽ പറയാൻ എനിക്കുമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം മകനാകുമ്പോൾ വീട്ടിലുമൊക്കെ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരാളും കൂടിയല്ലേ. അപ്പോൾ പലതും പറയാനുണ്ടാകും, മഹത്വം. പക്ഷേ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ലോകം അറിഞ്ഞിട്ടുണ്ട്, ഇന്നറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ജീവിതത്തിൽ. ഒരു യഥാർത്ഥ പൂർണ്ണമായ മുഅ്മിനായി പരിശുദ്ധ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളിലും, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അത് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കുകയും അതുപോലെ ദീനിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും തൻ്റെ ശിഷ്യന്മാരെ ഇന്നും തഹ്സീലായി പോയതിൻ്റെ ശേഷം, അവിടെ നിന്ന് ഓതി പോയതിൻ്റെ ശേഷവും സ്വന്തം ശിഷ്യന്മാരെ, സാധാരണ എൻ്റെ വീട്ടിലൊക്കെ പറയാറുണ്ട്, മക്കളെക്കാൾ കൂടുതൽ ശിഷ്യന്മാരെ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദും കൂടിയാണ് ഞങ്ങളുടെ ഉസ്താദ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ കണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. മക്കളെക്കാൾ കൂടുതൽ, മറ്റുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഒരുപാട് കാലം ഈ 9 വർഷം ദർസിലുണ്ടാകുമ്പോഴും ഒക്കെ ആ ജീവിതം, ഞങ്ങളൊക്കെ ഒരു കാലത്ത് തളങ്കരയിൽ വീടുണ്ടാകുമ്പോൾ രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ വീട്ടിൽ നിന്നിറങ്ങി നടക്കും. ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് കാസർഗോഡ് ടൗണിലെത്താൻ. അവിടെ വരെ നടക്കും. തളങ്കരയിൽ നിന്ന് രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ, സുബഹി ബാങ്കിൻ്റെ സമയത്ത് ഞാനും ഉസ്താദും പിന്നെ ആരെങ്കിലും ഒരു മുത്തഅല്ലിം ഉണ്ടാകും. ഞങ്ങൾ 3 ആൾക്കാർ ഏകദേശം ബാങ്കിൻ്റെ സമയമാകുമ്പോൾ കാസർഗോഡ് ടൗണിലെത്തി അവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കരിച്ച് അവിടെ നിന്ന് പിന്നെ KSRTC കാഞ്ഞങ്ങാട് പോകുന്ന ബസ്സിൽ കയറി തൊട്ടിയിലേക്ക് പോകാനാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു പള്ളിയിൽ ജമാഅത്തിൻ്റെ മുമ്പ് ജമാഅത്ത് ഞങ്ങൾ നിസ്കരിച്ചപ്പോൾ, അത് ഒരല്പം ബിദ്അത്തിനോട് ചാച്ചലുള്ളൊരു ഇമാമായിരുന്നു അവിടുത്തെ ഖത്തീബ് എന്ന് പിന്നെ അറിയാൻ സാധിച്ചു.
അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന ജമാഅത്തിൻ്റെ മുമ്പ് ഒരു ജമാഅത്ത് നടക്കാൻ പാടില്ല എന്നൊക്കെ. അത് പിന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുക്കുറിച്ച വന്ന് ഉസ്താദോട് ഈ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരല്പം ഫിഖ് നോക്കാൻ വേണ്ടി കിതാബ് നോക്കാൻ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദോട് പറയണം, ആ കാര്യത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ പറയണം എന്ന് പറയുകയും പിന്നെ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് അല്ലാഹു തആല അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാക്കട്ടെ, അവരോട് ഫോം വിളിച്ച് പറയുകയും ഈ കാര്യം ഉണർത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തൊരു കാര്യം, ദീനിയായ ഫിഖിൻ്റെ കാര്യങ്ങൾ അതെന്തൊരു കാര്യത്തിലുമാകട്ടെ അത് വേണ്ടതുപോലെ ആ സമയത്ത് തന്നെ പറയുകയും ഉണർത്തുകയും ചെയ്യുന്നൊരു പ്രത്യേക സ്വഭാവം ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നു. മാത്രമല്ല മഹാന്മാർ, അത് വിശദീകരിച്ചാൽ ഒരുപാട് സമയം പോകും, മഹാന്മാർ ഒരു ഉഖ്റവിയായ പണ്ഡിതനിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടോ, മഹാന്മാർ അവരുടെ കിതാബിലൊക്കെ പല സ്ഥലത്തും എവിടെയൊക്കെ എണ്ണിപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ അധിക കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു സ്ഥാനമോ ഒരു മാനമോ അല്ലെങ്കിൽ ഒരു അധികാരമോ ഒന്നും ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അതൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പള്ളിക്കര ഭാഗത്ത് ഏറ്റവും സമ്പത്തുള്ള ഏറ്റവും സമ്പന്മാരുള്ള ഒരു നാടാണ് തൊട്ടി എന്നുള്ളത്. ആ തൊട്ടിയിൽ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളൊരു ആലിമും കൂടി ബഹുമാനപ്പെട്ട ഉസ്താദാകുമായിരുന്നു എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് തൊട്ടിയൊക്കെ ഒഴിവായതിൻ്റെ ശേഷം ഇതിൻ്റെ ഇബാറത്തുകളോ ഹദീസുകളോ ഒന്നും വായിക്കാതെ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. പിന്നെ ചെറുകുന്നിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നടന്നത്. സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ചെറുകുന്നിലെ ഒരുപാട് കമ്മിറ്റി മെമ്പർമാർ, അവിടുത്തെ ഭാരവാഹികൾ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഞാനും ആ സദസ്സിലുണ്ട്. വന്നപ്പോൾ അവർ ഒരു പൈസ കൊണ്ടുവന്നു ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ചോദിച്ചു, എന്തിതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറച്ച് പൈസ. ഞാനിവിടെ മുറിച്ച് കിടന്നത് പണം ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞവരോട്. പൈസക്ക് വേണ്ടി മുറിച്ച് കിടന്നതല്ല, എനിക്ക് വേണ്ടുന്ന പണം എൻ്റെ മക്കളുണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്നെ പറയുന്നതല്ല, എൻ്റെ മക്കളുണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിലൊരു ബുദ്ധിമുട്ടും എനിക്കില്ല എന്ന് സ്വന്തം ശിഷ്യന്മാരെക്കുറിച്ച് ഉസ്താദ് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദെ, ഇത് ഞങ്ങൾ പറഞ്ഞ് പിരിവാക്കിയതല്ല, പള്ളിയിൽ പറഞ്ഞോ കമ്മിറ്റിയിൽ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉണർത്തിയോ ഞങ്ങൾ അവിടുന്ന് പിരിവുണ്ടാക്കി കൊണ്ടുവന്നതല്ല, മറിച്ച് ഇത് ഉസ്താദിൻ്റെ അവസ്ഥ അറിഞ്ഞ് ഓരോരുത്തരും ഞങ്ങളെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണ്, അവർ അറിഞ്ഞു തന്നതാണ്, ഞങ്ങൾ ചോദിച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞ് തീരുമ്പോൾ ചോദിച്ചു, ഇങ്ങനെ തന്നെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലും നിങ്ങൾ സാക്ഷി പറയുമോ എന്നവരോട് ഇതെൻ്റെ മുമ്പിൽ നിന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുകയും അങ്ങനെ നിൽക്കുമെന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് പോവുക എന്ന് ഉസ്താദ് പറയുകയും ചെയ്തു. ഇത് ഞാൻ കണ്ടതാണ്. അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും, ദുന്യവിയായ കാര്യമാണെങ്കിലും, എന്തൊന്നാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ എന്ത് പറഞ്ഞോ, മഹാന്മാർ എങ്ങനെ പറഞ്ഞോ, വെറും ഫിഖ്ഹും പിന്നെ നഹ്വും മാത്രമല്ല ആത്മീയമായും ഒരുപാട് ഉയർച്ചയിലെത്തിയിരുന്നു ഞങ്ങളെ ഉസ്താദെന്ന് അത് ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല. മഹാനായ ശൈഖുന ശംസുൽ ഉലമയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അതറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ദർസും മറ്റുള്ള കാര്യങ്ങളും മുടങ്ങുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അല്ലാഹു തആല അങ്ങനെ ആക്കിയത്. അതൊന്നും ആരറിഞ്ഞില്ല. ആത്മീയമായും ഒരുപാട് ഉയർച്ചയിൽ മഹാനായ ഉസ്താദുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്നവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു തആല അവരോടുകൂടെ നാളെ സ്വർഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അവർ കാണിച്ചു തന്ന ആ നല്ല വഴിയിലൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി